മക്കളെയും കൂട്ടി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകാം കേട്ടോ. എന്നുവെച്ചാൽ മക്കൾ വരുന്ന സമയത്തിന് കുറച്ച് മുമ്പ് ഞാൻ പോയിട്ട് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങും. പിന്നെ കുറേയൊക്കെ അച്ഛൻ കൊണ്ടുതരും. അങ്ങനെ അതൊക്കെ വാങ്ങി തിരിച്ചു വരികയാണ്. പിന്നെ ചക്കരക്കല്ലിലെത്തിയാൽ എന്തായാലും കുറേ പേര് അറിയുന്ന ആൾക്കാരായിട്ട് പരിചയമുണ്ടാകും. ഇപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ആരെങ്കിലും ഉണ്ടായി അവിടെ നിർത്തി അവരോടൊക്കെ സംസാരിച്ചിട്ടേ ഞാൻ പോകും. മക്കളെ രാവിലെ കൊണ്ടുവിടാൻ പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വണ്ടിയൊക്കെ നിർത്തി സംസാരിക്കും. അതൊരു നല്ല രസമല്ല, എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് പോകാനും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ വീട്ടിലെത്തിയിട്ട് എല്ലാവരും കുളിച്ചു. പിന്നെ ഞാൻ വേഗം കുളിച്ച് റെഡിയായിട്ട് കാവ് പോകണമായിരുന്നു. ഞങ്ങളുടെ തൊട്ടപ്പുറത്തൊരു കാവുണ്ട്, അവിടെ ഞാൻ അധികം പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ കാവ് പോയി നവംബർ 1 അല്ലേ, അപ്പോൾ കാവ് പോയതായിരുന്നു. അങ്ങനെ കാവിലൊക്കെ പോയി. പിന്നെ അവിടെ ഇങ്ങനെ ചുറ്റുവട്ടത്തുള്ള കുറേ പേര് വന്നിരിക്കും. എല്ലാവരും ഡെയിലി, ഈ അമ്മമാരൊക്കെ ഡെയിലി വരുന്നവരാട്ടോ. ഡെയിലി വന്ന് വിളക്ക് കത്തിച്ച് അവർ നാമമൊക്കെ ചൊല്ലി അങ്ങനെയാണ് പോവുക. അപ്പോൾ എന്നും വിളക്ക് കത്തിക്കാം, മൺചിരി അത് എല്ലാവർക്കും കത്തിക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ എല്ലാവരും വിളക്കൊക്കെ കത്തിച്ച് പിന്നെ ഞാൻ വേഗം വീട്ടിലേക്ക് പോവാണ്. കാരണം വീട്ടിൽ പോയിട്ട് വിളക്ക് അവിടെ വിളക്ക് വെക്കണമല്ലോ. അങ്ങനെ പോവാണ്. പിന്നെ വീട്ടിലെത്തി. തൊട്ടപ്പുറമാണ് ഈ കാവ് വീടൊക്കെ. അപ്പോൾ നോക്കുമ്പോൾ ഇച്ച് നല്ല കളിയായിരുന്നു കേട്ടോ. ഇച്ച് പിന്നെ 24 മണിക്കൂറുണ്ടെങ്കിൽ അത് ഈ വണ്ടിയെ കൊണ്ട് കളി തന്നെയാണ്. ഇച്ച് നല്ല കളിയായിരുന്നു. പിന്നെ എല്ലാം ചടപടെ ഒരുക്കി കഴിഞ്ഞിട്ട് 9 മണിയാകുമ്പോൾ ടി വിൻ്റെ മുമ്പിൽ ഇരിക്കും. എന്തിനാണെന്നറിയോ, ഇപ്പോൾ ഉണ്ടല്ലോ ബിഗ് ബോസ്, ലാലേട്ടൻ്റെ എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മക്കളെ മുമ്പ് ഈ ബിഗ് ബോസ് വെക്കാറില്ല. അങ്ങനെ അവരതിന് അഡിക്ഷൻ ആവണ്ട വെച്ചിട്ട്. അപ്പം ലാലേട്ടൻ്റെ എപ്പിസോഡ് ഞാൻ 9 മണിക്ക് മുടങ്ങാതെ കാണും. ബാക്കിയൊക്കെ ഞാൻ ലൈവും പിറ്റേന്നും അങ്ങനെ കാണലാണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും ബിഗ് ബോസ് അഡിക്ഷൻ ഉണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.